ഹലോ എവരി വൺ, സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് എൻട്രി എങ്ങനെ എടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എൻട്രി എങ്ങനെ, എവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്യണം, എവിടെ സ്റ്റോപ്പ് ലോസ്, എങ്ങനെ ടാർഗറ്റ്, ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ആദ്യം തന്നെ ഒരു സോറി പറയാനുള്ളത്, ഇന്ന് സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോളിയം ഗെയിനേഴ്സ് എടുത്ത സമയത്ത് നമുക്ക് ഉദ്ദേശിച്ചതുപോലെ, അതായത് എനിക്ക് എങ്ങനെ വേണോ അതുപോലത്തെ ഒരു സ്റ്റോക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് ആ സ്റ്റോക്ക് സെലക്ഷൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടവർക്കാണെങ്കിൽ ഐഡിയ ഉണ്ടാവും സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേന്. എനിക്ക് പറ്റിയ സ്റ്റോക്കുകൾ ഇതിൽ നിന്നൊരു 3-4 ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാനത് ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ സൈഡ് വേസ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല വോളിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഇതിൽ അത്യാവശ്യം നല്ല വോളിയം ഇപ്പോൾ ഈ DMCC 379 രൂപൻ്റെ നോർമലി 44,000 വോളിയം വരാറ് വീക്ക്ലി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇന്നൊരു ദിവസം മാത്രം 7.5 ലക്ഷം അതിൽ വോളിയം വന്നിട്ടുണ്ട്, ബൈയിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനത് ഓൾറെഡി ഞാൻ നോക്കിയതാണ് കേട്ടോ. എൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതെല്ലാം ഞാൻ നോക്കിയതാ, ഇപ്പൊ നോക്കിയതാ. ഒന്നിലും പ്രോപ്പറായിട്ടുള്ളൊരു നമുക്ക് സെറ്റപ്പ് ഇല്ല. വോളിയം ഗെയിൻ ആയിട്ടുണ്ട്, ബയേഴ്സ് ആണ് കൂടുതലും. പക്ഷെ അതിൽ ഇഷ്യൂ എന്താന്ന് വെച്ചാൽ 1 ഡേ ടൈം ഫ്രെയിം വെക്കുമ്പോൾ ഇത് കണ്ടോ, സൈഡ് വേസ് ആണ് ഈ സംഭവം പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കിയത്. കണ്ടോ, കുറേ കാലമായിട്ട് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാം. 1 ഡേ ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കിയതാണേ. ഇതേപോലെ തന്നെയാണ് ഇന്ന് വോളിയം ഗെയിനേഴ്സിൽ വന്നിട്ടുള്ളതാണ് ഈ ഗ്രാഫൈറ്റ്, HEG, റെസ്പോണിന്റ്, NSL, NISP ഈ സ്റ്റോക്ക്, പിന്നെ ഈ ഡെൽറ്റ മാനുഫാക്ചറിങ് ലിമിറ്റഡ്, ഈ സ്റ്റോക്കുകളെല്ലാം ഞാൻ ഇന്ന് നോക്കിയതാണ്. അതെല്ലാം എനിക്ക് പറ്റിയ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് നോക്കിയതാണ്. പക്ഷെ ഒന്നും എന്താ പറയുക, നല്ലൊരു അപ് ട്രെൻഡ് തരുന്നതല്ല. എല്ലാം ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കളിക്കുന്നതാണ്, റേഞ്ച് ബൗണ്ടായിട്ട് കളിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഞാൻ വിട്ടിട്ട് ഓൾറെഡി ഞാൻ ഫ്രൈഡേ സെലക്ട് ചെയ്ത് വെച്ച ഒരു 2 സ്റ്റോക്കുകളുണ്ട്. അതിൽ ഒരെണ്ണം എൻട്രി തന്നു, ഒരെണ്ണം എൻട്രി തരാതെ ടാർഗറ്റ് ഹിറ്റായി. അപ്പം ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ വോളിയം ഗെയിനേഴ്സിന് എടുത്തതാണ്. എടുത്ത് നോക്കിയ സമയത്ത് എനിക്ക് വേണ്ട പ്രൈസ് റേഞ്ച് ഞാനൊരു 100 to 500, ഒരു 100 to 500 ഉള്ളിൽ സ്റ്റോക്കാണ് ഞാൻ നോക്കിയത്. 155 അന്നേ ദിവസം ഈ ഒരു പോയിന്റിൽ ഇങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റോക്ക് ഈ PDMJ ഈ പേപ്പർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് അങ്ങനെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു പോയിന്റിൽ കേട്ടോ. സൺഡേ ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് ആ ഒരു വെബിനാറിൻ്റെ സമയത്ത് ഞാൻ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് അതിലെ എൻട്രി എങ്ങനെയാണ്, സ്റ്റോപ്പ് ലോസ് എവിടെ, ടാർഗറ്റ് എവിടെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. ഇനിയും വേറൊരു സ്റ്റോക്ക് കൂടിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് എൻട്രി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഞാൻ അന്നേ ദിവസം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് 3:15 ഈ ഒരു ക്യാൻഡിലോട് കൂടിയിട്ടാണ് ക്ലോസ് ആയത്. എൻ്റെ എൻട്രി ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സോണിലാണ്. ഇവിടെയാണ് ഞാൻ എൻട്രി ഉദ്ദേശിച്ചത്. സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് കൺസിഡർ ചെയ്യാന്ന് വിചാരിച്ചത്, ഈ ലോയിൻ്റെ താഴെ. ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റും ഇവിടെയും സെക്കൻഡ് ടാർഗറ്റ് ഇവിടെയുമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. 157 ഫസ്റ്റ് ടാർഗറ്റും 192-93 എന്നുള്ളത് സെക്കൻഡ് ടാർഗറ്റുമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെയിറ്റ് ചെയ്തത്. പക്ഷെ എനിക്കത് ആ ഒരു എൻട്രി കിട്ടിയില്ല. എൻട്രി തരാതെ തന്നെ, എൻ്റെ ഈ സോണിക്ക് വരാതെ തന്നെ പിറ്റേ ദിവസം മൺഡേ ഇത് പമ്പ് ചെയ്ത് മുകളിലോട്ട് കയറി യൂസി അടിച്ചു. പിന്നീട് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടാണ് താഴോട്ട് വന്നത്. അപ്പം ഇതിൽ മെയിനായിട്ട് എനിക്ക് ഒന്നാമത് എൻട്രി കിട്ടിയില്ല, എൻ്റെ സോണിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻട്രി എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനിവിടെ എൻട്രി സോണ് വെക്കാനുള്ള കാരണം ഞാൻ പറയാം. ഇത് വർക്ക് ആയിട്ടുള്ളത് കാണിച്ചു തരാട്ടെ. 2 സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്ത് ഇതേപോലെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ലൈവായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും 2 സ്റ്റോക്ക് അപ്പം തന്നെ സെലക്ട് ചെയ്ത് വോളിയം ഗെയിനേഴ്സും സെലക്ട് ചെയ്ത് അതിൽ എൻട്രി, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് ഫൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെ എൻട്രി ഞാൻ എടുത്തു, അതായത് എൻട്രി എങ്ങനെ പ്ലാൻ ചെയ്തു, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഇവിടെ കീപ്പ് ചെയ്തു,
ടാർഗറ്റ് എങ്ങനെയാണ് ഈ ഒരു പോയിന്റുകളുടെ ടാർഗറ്റ് കീപ്പ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്ലി ഞാൻ എൻട്രി സോൺ മാർക്ക് ചെയ്തു. ആദ്യം ഇത് അപ് ട്രെൻഡ് ആണെന്ന് ഞാൻ കൺഫേം ചെയ്തു. 1 ഡേ ടൈം ഫ്രെയിം വെച്ചപ്പോൾ ഇത് അപ് ട്രെൻഡിലാണ് ഉള്ളത്. ഓൾറെഡി നല്ലൊരു അപ് ട്രെൻഡിൽ റാലി തന്ന് പൊക്കോണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അത് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് ഞാൻ ഇതെന്താക്കി എടുത്തു, എൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ഞാൻ ആഡ് ചെയ്തു, എനിക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഇനി എൻട്രി ഞാൻ ഫൈൻഡ് ചെയ്തത്, അതായത് എനിക്ക് എൻട്രി സോൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫൈൻഡ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്, ഈ രണ്ട് ഹൈനെ, അതായത് രണ്ട് ടച്ചസ് ഒരേ പോയിന്റിൽ വന്നപ്പോൾ ഇത് നല്ലൊരു സോണാക്കി എടുത്തിട്ട് ഈ സോണ് ഞാൻ എൻട്രിക്ക് വേണ്ടി ഞാൻ വെച്ചു. കാരണം നിങ്ങൾക്ക് ഇവിടെ ഓരോ പ്രാവശ്യവും ഇപ്പം നമുക്ക് എൻട്രി അങ്ങനെ സോണാക്കി എടുക്കുന്ന സമയത്ത് ഞാൻ ഓരോ പ്രാവശ്യവും കാണിച്ചു തരാം കേട്ടോ. എന്തോ ഇതിങ്ങനെ മുകളിലോട്ട് പോയി താഴോട്ട് വന്നു. അപ്പം ഇത് നല്ലൊരു സോണായിട്ട് ആക്ട് ചെയ്തു. പിന്നീട് ഈ സോൺ ബ്രേക്ക് ചെയ്തു അല്ലേ. അപ്പം നമുക്ക് ഇത് കണ്ടോ, തിരിച്ച് ഇത് ഈ പോയിന്റിൽ ടച്ച് ആയിട്ടാണ് പിന്നീട് മുകളിലോട്ട് കയറിയത്. അപ്പോൾ അതേപോലെ ഇത് മുകളിലോട്ട് കയറി ഒരു ഹൈ ഉണ്ടാക്കി, പിന്നീട് ഇത് ബ്രേക്ക് ചെയ്തു. ഇത് കണ്ടോ, ഇത് ഹൈ, ഇതിനെ ബ്രേക്ക് ചെയ്ത സമയത്ത് അവിടെ നിന്ന് ടച്ച് ആയിട്ടാണ് പിന്നീട് മുകളിലോട്ട് കയറിയത്. അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആയില്ലേ? അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെയും ഉപയോഗിച്ചത്. നമുക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ സ്റ്റോക്കിലും എൻട്രി പ്ലാൻ ചെയ്യാറുള്ളത്. ഓൾറെഡി വോളിയം ഗെയിൻ ആയിട്ടും മുകളിലോട്ട് കയറിയ സ്റ്റോക്കിൽ അടുത്തത് നമുക്ക് ഓൾറെഡി ഒരു മൂവ്മെന്റ് നമുക്ക് മിസ്സായി. അപ്പൊ ഇനി അടുത്ത എൻട്രി എവിടെ, അതാണ് നമ്മുടെ ചോദ്യം. അങ്ങനെ എൻട്രി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഈ ഒരു അപ് ട്രെൻഡ് ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരുമ്പോൾ എവിടെ നിന്ന് എനിക്ക് എൻട്രി എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഈ ഗ്രീൻ ക്യാൻഡലിന്റെ ബോഡി ഉണ്ടല്ലോ, ലാസ്റ്റ് ആയിട്ട് വന്ന ഗ്രീൻ ക്യാൻഡലിന്റെ ബോഡിയിലും കൂടി ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. ബ്രേക്ക് ചെയ്തു, മുകളിലോട്ട് കയറി താഴോട്ട് വന്ന് റീടെസ്റ്റ് എടുത്തിട്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ് ഞാൻ ലോവർ ടൈം ഫ്രെയിമിൽ 2 hour ടൈം ഫ്രെയിം വെച്ചിട്ട് ഇവിടെയും ഞാൻ ഉപയോഗിച്ചത്. പക്ഷെ അവിടെ നിന്ന് എൻട്രി തരാതെ പോയാൽ പോട്ടെ, അതിൽ വിഷമിക്കേണ്ട. നമ്മുടെ അടുത്ത് ഒരു സ്റ്റോക്കൊന്നും അല്ല ഉണ്ടാവുക. നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു 1-2 സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് കിട്ടും. അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എൻട്രി ഇവിടെ നിന്നാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സോൺ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സ്റ്റോപ്പ് ലോസ് എവിടെയെന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് 2 രീതിക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒന്നാ റിവേഴ്സ് അതിൻ്റെ തൊട്ട് താഴെ. പക്ഷെ സപ്പോസ് കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പം ഞാൻ വെക്കുന്നത് എവിടെയാണ്, 124 എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ 2 hour ജസ്റ്റ് ഒന്ന് 2 hour ആക്കി നോക്കുകയാണേ. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഒന്ന് മുകളിലോട്ട് കയറി തിരിച്ച് താഴോട്ട് വന്നിട്ട് ഇവിടെ നിന്നല്ലേ റിവേഴ്സ് ആയി കയറിയത്, ഈ ഒരു പോയിന്റിൽ നിന്ന്. മീൻസ് ഇവിടെ ബയേഴ്സ് സ്ട്രോങ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ താഴെ എനിക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ഇവിടെ 125 എൻട്രി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 115 സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഈ ലോയിന്റെ താഴേക്ക് വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെയും സേഫ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ലോയിന്റെ താഴേക്ക് വെക്കണം. പക്ഷെ അവിടെ നിന്നാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹ്യൂജ് ആവും. 20 points സ്റ്റോപ്പ് ലോസ് ഞാൻ വെക്കേണ്ടി വരും. അത് എനിക്ക് ആവശ്യമില്ല. 10 points സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഞാൻ മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പം ഇവിടെ നിന്നും ഞാൻ എൻട്രി എടുത്ത സമയത്ത്, ഇവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്ത സമയത്ത് എനിക്ക് എന്താണ്, തൊട്ടടുത്തുള്ള ലോയിന്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. 147.50 റേഞ്ചിൽ നിന്ന് എനിക്ക് എൻട്രി കിട്ടുകയാണെങ്കിൽ 139 സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. പിന്നെ വോളിയം ഗെയിനേഴ്സിൽ വന്നതുകൊണ്ട് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരാനുള്ള പ്രോബിലിറ്റി കുറവാണ്. കാരണം ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ലോണം ബൈ ചെയ്തിട്ടുണ്ട്. അവർ ബൈ ചെയ്ത പോയിന്റിന്റെ താഴോട്ട് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുമോ?
കാരണം അവർ ബൈ ചെയ്ത പോയിന്റിന്റെ താഴോട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം വരുന്നതിന് തുല്യമല്ലേ. അപ്പോൾ അതിന്റെ താഴോട്ട് പ്രോബബ്ലി വരാൻ ചാൻസ് ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഹ്യൂജ് ബൈയിങ് വന്നതിന്റെ തൊട്ട് താഴെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ എൻട്രി എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്നായി, സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്നായി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തൊരു എക്സാമ്പിൾ കൂടി, അതായത് എൻട്രി തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതില് നമുക്കിനി ഈ ഒരു സ്റ്റോക്കിൽ ടാർഗറ്റ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തതെന്ന്, ഷാർപ്പായിട്ട് എങ്ങനെയാണ് ഈ ടാർഗറ്റ് കിട്ടിയെന്ന് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ അതിനാണ് ഫിബൊനാച്ചി നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് എൻട്രി ഞാൻ ഈ ഒരു എൻട്രി കൺസിഡർ ചെയ്യാൻ കാരണം ഫിബൊനാച്ചി പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ഹൈയിൽ ഞാൻ ഫിബ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിബ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും, ഫിബ് എങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ സോൺ എന്ന് പറയുന്നത് 0.5 വരുന്നതാണ്. 0.5 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ സോണാണ്. 0.6 ഗോൾഡൻ റേഷ്യോ ആണ്. ഗോൾഡൻ റേഷ്യോയിൽ തട്ടിയിട്ടാണ് മുകളിലോട്ട് കയറിയത്. പക്ഷെ 0.5 വരികയാണെങ്കിൽ എനിക്ക് എൻട്രി മതി എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്ക് എൻട്രി മതി, ഇല്ലെങ്കിൽ എനിക്ക് എൻട്രി വേണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിരുന്നത്. പക്ഷെ എനിക്ക് എൻട്രി തരാതെ 0.6 എന്ന് ആ ഗോൾഡൻ റേഷ്യോ എന്ന് തന്നെ അത് റിവേഴ്സ് ആയിപ്പോയി. പിന്നെ എൻട്രി എടുക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല കേട്ടോ. താഴോട്ട് വന്നതാണെങ്കിൽ പോലും എൻട്രി ഒന്ന് എടുക്കണോ വേണ്ടി ഒന്ന് ആലോചിക്കാം. പക്ഷെ പിറ്റേ ദിവസം മൺഡേ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ പവർ ക്യാൻഡിൽ വന്ന് മുകളിലോട്ട് പോവുകയാണ് ചെയ്തത്. ഇതേപോലെ കയറിയ പാടെ ക്യാൻഡിൽ പോയിട്ട് ഹിറ്റായത് അപ്പർ സർക്യൂട്ടാണ്, ലിമിറ്റ് ടച്ചായി. പിന്നെ അവിടെ നിന്ന് ഒരു പരിപാടി നടക്കില്ല. പിന്നെ അത് മാത്രമല്ല ടാർഗറ്റും ഹിറ്റ് ആവാറായി. എൻ്റെ മേജർ ടാർഗറ്റ് ആയിരുന്നു ഇത്. അങ്ങനെ 150 to 190 വരെയുള്ള സൂപ്പർ ആയിട്ട് ട്രേഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ടാർഗറ്റ് എങ്ങനെ, ഇപ്പോൾ എൻട്രിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, എൻട്രി ഇങ്ങനെ ഗോൾഡൻ, അതായത് നമ്മുടെ ഫിബിൻ്റെ 0.5 ഗോൾഡൻ സോണിൻ്റെ ആ ഒരു ലെവലും പ്ലസ് എൻ്റെ സോണും. അപ്പോൾ ആ സോൺ ടച്ച് കൂടി വരികയാണെങ്കിൽ എനിക്ക് എൻട്രി എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇരുന്നത്. എൻട്രി തന്നില്ല. ഇനി ഇതിൽ ടാർഗറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്തു എന്നുള്ളത്, അതാണല്ലോ അടുത്ത ചോദ്യം. ഈ ഒരു ഹൈ ഉണ്ടല്ലോ, അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ റിവേഴ്സ് ആയത് 0.5 എന്നാണ് അല്ലേ. ഇതൊരു സ്വിങ് ഹൈ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് 0.5 എന്നാണ് റിവേഴ്സ് ആയി മുകളിലോട്ട് കയറിയിരിക്കുന്നത്. ഗോൾഡൻ സോണിൻ്റെ ഉള്ളിൽ നിന്ന് റിവേഴ്സ് ആയി മുകളിലോട്ട് കയറി 0.5ൻ്റെ ഒന്ന് കുറച്ചൊന്ന് താഴോട്ട് വന്നിട്ടുണ്ട്. സ്റ്റിൽ ആ 0.5 എന്ന് തന്നെയാണ് റിവേഴ്സ് ആയി മുകളിലോട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇത് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടാർഗറ്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യൂഷ്വലി ടാർഗറ്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഈ ലോയിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യും, ലോയിൽ. ശരിയല്ലേ? അപ്പോൾ ഇതേ കണ്ടോ, ഹയർ ടൈം ഫ്രെയിമിലെ തേർഡ് ടാർഗറ്റ് ആണ് ഇത് വരുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ഇതായിരിക്കും. ഇവിടെ നിന്ന് ഞാൻ എൻട്രി കൺസിഡർ ചെയ്തതാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് 150, 167, 193 ടാർഗറ്റുകളായിരിക്കും. 124 എൻട്രി എടുത്തതായിരുന്നെങ്കിൽ ഓക്കെ, അതായത് ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 80% പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ഇനി അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇവിടെ ഇതൊരു ടാർഗറ്റ് ഇതിങ്ങനെ 2 ലെവലാക്കി വെക്കാൻ കാരണം. ഒന്ന് ഈ ഒരു ടാർഗറ്റ്, പിന്നെ ഇത് നമുക്ക് നേരത്തെ ഈ ഹൈയിലും ഈ ലോയിലും പ്ലേസ് ചെയ്ത സമയത്ത് അതായത് ഹയർ ടൈം ഫ്രെയിമിൽ 1 ഡേ ടൈം ഫ്രെയിം വെച്ച് നോക്കിയ സമയത്ത് ഈ ഹൈയും ഈ ലോയും വെച്ചപ്പോൾ നമുക്ക് തേർഡ് ടാർഗറ്റ് ആയിട്ട് ഈ ഒരു 193 കിട്ടിയല്ലേ. ഇനി അവിടെ ഞാനൊരു സോൺ ആക്കിയിട്ടാണല്ലോ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹയർ ടൈം ഫ്രെയിമിൽ നമ്മളിപ്പോൾ ഇത് 1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കേണ്ടതല്ല, 1 വീക്ക് ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, 1 വീക്ക് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ പിന്നെയും ഹയർ ടൈം ഫ്രെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്. അപ്പോൾ ഇതിനെ ഫിബ് വെച്ച് നോക്കിയ സമയത്ത് ഗോൾഡൻ റേഷ്യോ എന്നാണ് റിവേഴ്സലായി മുകളിലോട്ട് കയറിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 191 തേർഡ് ടാർഗറ്റ് ആയിട്ട് കിട്ടും. ശരിയല്ലേ? ഇവിടത്തെ
ഈ ഒരു വേവിന്റെ 1 ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു വേവിൽ വെച്ചപ്പോഴും തേർഡ് ടാർഗറ്റ് 193. ഹയർ ടൈം ഫ്രെയിമില്, അതായത് 1 വീക്ക് ടൈം ഫ്രെയിമില് ഈ ഒരു വേവിന്റെ, അതായത് ഈ ഒരു വേവിന്റെ കറക്ഷൻ ഫൈൻഡ് ചെയ്തു. താഴോട്ട് ഒരു പോയിന്റ് ഗോൾഡൻ റേഷ്യോ കിട്ടി. അത് ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നുള്ള ടാർഗറ്റുകൾ നോക്കിയപ്പോൾ തേർഡ് ടാർഗറ്റ് 191 കിട്ടി. ഫിബനാച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യോർ മാത്തമാറ്റിക്സ് ആണ് കേട്ടോ. അങ്ങനെ ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും സെയിം ഒരേ പോയിന്റിൽ ടാർഗറ്റ് മീറ്റ് ചെയ്ത ഏരിയ ആണ് ഞാൻ ടാർഗറ്റായി വെച്ചത്. 192, 193, 194 അങ്ങനെ ആ ഒരു പോയിന്റ്. അതുകൊണ്ടാണ് ഞാൻ അതൊരു സോൺ ആക്കി വെച്ചത്. പിന്നെ ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു പോയിന്റ് ആക്കി വെക്കാൻ കാരണം ഹയർ ടൈം ഫ്രെയിമിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. അത് ഓൾറെഡി ടച്ച് ആയിരുന്നു, എൻട്രി എടുക്കാൻ നേരത്തെ തന്നെ ടച്ച് ആയിരുന്നു. ഇനി ഞാൻ ഈ ഫിബ് ഒന്ന് കളഞ്ഞിട്ട് 2 വീക്ക് ആക്കി കാണിച്ചു തരാം. സോറി 2 അവർ. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു 192, 193 എന്നുള്ള സോൺ കിട്ടിയത്. അപ്പൊ മനസ്സിലായില്ലേ ടാർഗറ്റ് കിട്ടിയത് എങ്ങനെയാണ്. 157 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ. 157 ടച്ചായി താഴോട്ട് വന്നിട്ട് എനിക്ക് ഈ സോണിൽ എൻട്രി തരികയാണെങ്കിൽ 193 വരെ ഞാൻ മസ്റ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്ത് തന്നെ, ഷുവർ ആയിട്ട് ഞാൻ കീപ്പ് ചെയ്ത് തന്നെ. ഓക്കെ, ടാർഗറ്റ് ഞാൻ അങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്. ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും കമ്പൈൻ ചെയ്തപ്പോൾ ഷുവർ ആയിട്ടും ഹിറ്റ് ആവുന്ന ഒരു 99% ഷുവർ ആയിട്ട് ഹിറ്റ് ആവുന്ന പോയിന്റാണ് എനിക്ക് കിട്ടിയത്. എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചു, പക്ഷെ എൻട്രി കിട്ടാതെ അത് എൻ്റെ എൻട്രി സോണിക്ക് വരാതെ പോയി. പിന്നെ ഒരു സ്റ്റോക്കാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്, SSDL. ഈ SSDL എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക്, അതായത് ഈ ഒരു പോയിന്റിൽ ഇവിടുന്ന് മുകളിലോട്ട് ഈ ഒരു പമ്പിങ് നമുക്ക് ഫ്രൈഡേ കിട്ടി. ഈ ഒരു പമ്പിങ് മുകളിലോട്ട് ഫ്രൈഡേ കിട്ടി. ഇത് താഴോട്ട് വന്നിട്ട് ഈ സോണിൽ നിന്ന് റിവേഴ്സൽ തരുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്ത് ടാർഗറ്റും കൺസിഡർ ചെയ്ത് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. 172 ആണ് ടാർഗറ്റ്, 147, 172 ആണ് ടാർഗറ്റുകളായിട്ട് ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സോണിന് എൻട്രി എടുക്കുകയാണെങ്കിൽ 135 എന്നൊക്കെ എൻട്രി, 134 to 137 എൻട്രി കിട്ടുകയാണെങ്കിൽ 124 സ്റ്റോപ്പ് ലോസ് ആയി കീപ്പ് ചെയ്തിട്ട് 147ഉം 172ഉം ടാർഗറ്റുകളാക്കി വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. അപ്പോൾ ഇതിൽ ഞാൻ എൻട്രി സോൺ എങ്ങനെ മാർക്ക് ചെയ്യും? ഇതിൽ ഫസ്റ്റ് ഞാൻ ഇതും വോളിയം ഗെയിനേഴ്സിൽ വന്നതാണ്. ഈ ക്യാൻഡിലാണ് വോളിയം ഗെയിനേഴ്സിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം 1 ഡേ ടൈം ഫ്രെയിം വെച്ചിട്ട് ഇതിന്റെ ട്രെൻഡ് നോക്കി. ഇവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ഡൗൺ ട്രെൻഡിന്റെ ഇടയിൽ ഞാൻ എൻട്രി കൺസിഡർ ചെയ്ത് കാണാം. ഞാൻ എപ്പോഴും ഷോർട്ട് ടേമിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അപ് ട്രെൻഡ് ആണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് താഴോട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഡോവ് തിയറി, നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഡോവ് തിയറിയെ കുറിച്ച്. ഒരു ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് ആവുന്നത് പ്രീവിയസ് ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അതായത് പ്രീവിയസ് ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡ് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് താഴോട്ട് വന്നു മുകളിലോട്ട് കയറി, താഴോട്ട് വന്നു മുകളിലോട്ട് കയറി, താഴോട്ട് വന്നു മുകളിലോട്ട് കയറി, പിന്നെയും താഴോട്ട് വന്നു. അപ്പോൾ ഇത് താഴോട്ട് വന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നീട് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് കയറുമ്പോൾ ഈ ഹൈനെ ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ല, ഈ ഒരു ഹൈനെ ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ല. പക്ഷെ ഈ ഹൈനെ താഴോട്ട് വന്നിട്ട് ഉള്ള ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. വിച്ച് മീൻസ് ഇവിടെ നിന്ന് അത് അപ് ട്രെൻഡ് ആയി. ഏകദേശം ഒരു അപ് ട്രെൻഡ് കൺഫർമേഷൻ ഇവിടെ നിന്ന് കിട്ടി. അത് ട്രെൻഡ് ചേഞ്ച് ആയി എന്നും അവിടെ നിന്ന് ക്യാരക്ടർ ചേഞ്ച് ആയി എന്നുമാണ് അത് മീൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ നിന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ നിന്ന് എൻട്രി കൺസിഡർ ചെയ്തത്. നോക്കിയ സമയത്ത് എൻട്രി സോൺ ഞാൻ മാർക്ക് ചെയ്തു. ഫസ്റ്റ് ഇനീഷ്യലി എൻട്രി സോണാണ് മാർക്ക് ചെയ്തത്. ഇവിടെയായിരുന്നു ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു റെഡ് ക്യാൻഡിൽ. അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ സൺഡേയിൽ ഞാൻ ക്ലാസ്സിന് വേണ്ടി എടുത്ത സമയത്ത് ഞാൻ മാർക്ക് ചെയ്തതാണ് ഇതെല്ലാം. ഇപ്പം ഇതില് എൻട്രി സോൺ ഞാൻ മാർക്ക് ചെയ്തത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നല്ല ബൈയിങ് മുകളിലോട്ട് വന്നിട്ടുണ്ട്, ഇവിടെ നിന്നും ബൈയിങ് മുകളിലോട്ട് വന്നിട്ട് ബ്രേക്ക് ചെയ്തു. പിന്നീട് മുകളിലോട്ട് കയറുമ്പോൾ ഇവിടുന്ന് റിവേഴ്സൽ, ഇവിടുന്ന് റിവേഴ്സൽ, ഇവിടുന്ന് റിവേഴ്സൽ, വിച്ച് മീൻസ് ഇതൊരു സോണാണ്. ഈ സോണിൽ നിന്ന് റിവേഴ്സൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സോണിൽ നിന്ന് റിവേഴ്സൽ വന്നു, പിന്നീട് അത് മുകളിലോട്ട് കയറി.
അപ്പോൾ ഈ സോണിലേക്ക് വരുവാണെങ്കിൽ എൻട്രി കൺസിഡർ ചെയ്യാം. ഇതൊരു റിവേഴ്സൽ പോയിന്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ താഴെ ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ക്ലിയർ ആയില്ല? ഇപ്പൊ സപ്പോസ് മാർക്കറ്റ് താഴോട്ട് വന്നാലും ഇവിടെ നിന്നും റിവേഴ്സ് ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. കണ്ടോ, ഈ ഒരു പോയിന്റിലൊക്കെ ബൈയിങ് സോൺ വന്നിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലോട്ട് ഇവിടെ നിന്നാണ് ഹ്യൂജ് ബൈയിങ് വന്നത്. അപ്പൊ ഇതിന്റെ താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എൻട്രി എങ്ങനെ എടുത്തു എന്നുള്ളത് ക്ലിയർ ആയി. സ്റ്റോപ്പ് ലോസ് എന്തുകൊണ്ട് ഇവിടെ കീപ്പ് ചെയ്തു എന്നുള്ളത് ക്ലിയർ ആയി. ഇനി സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് ടാർഗറ്റ് ആണ് വേണ്ടത് അല്ലേ? 147, 172 എങ്ങനെയാണ് ഞാൻ ടാർഗറ്റ് ആക്കി വെച്ചത്? അപ്പോൾ അതാണ് നമുക്കിനി നോക്കേണ്ടത്. ടാർഗറ്റുകൾ മെയിൻ ആയിട്ട് ഇവിടെ ഞാൻ ഫിബ് മാത്രം കൺസിഡർ ചെയ്തിട്ടല്ല ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. റെസിസ്റ്റൻസ് സോൺ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് ഇതൊരു പ്രോപ്പർ ഒരു റെസിസ്റ്റൻസ് സോണാണ്, ശരിയല്ലേ? ഒരു ലെവലാണ് ഇത്. ഇവിടുന്ന് ഇത് കയറി കഴിഞ്ഞിട്ട് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 137 എൻട്രി എടുത്തിട്ട് ഇവിടുന്ന് റിവേഴ്സിൽ വരികയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എക്സിറ്റ് ആവാം. കാരണം ഇവിടെ നിന്നും റിവേഴ്സിൽ വന്നിട്ടുണ്ട്. മേ ബി അത് താഴോട്ട് വന്നിട്ട് ഇവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് കയറാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാൻ ഇപ്പോൾ മുകളിലോട്ട് കയറിയിട്ട് റിവേഴ്സ് ആവുമ്പോൾ ഞാൻ അപ്പം എക്സിറ്റ് ആവില്ല. അവിടെ നിന്ന് എന്തെങ്കിലും ഫോർമേഷൻ തന്നിട്ട് ഡൗൺ ട്രെൻഡിൽ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും ഫോർമേഷൻ തന്നാൽ മാത്രമേ ഞാൻ എക്സിറ്റ് ആവുള്ളൂ. അല്ലെങ്കിൽ അത് റിവേഴ്സ് ആയാലും ഞാൻ എക്സിറ്റ് ആവില്ല. സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഹൈ ആണ് ടാർഗറ്റ്, മുകളിൽ ഈ ഒരു ഹൈ ആണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് നല്ല റിവേഴ്സിൽ വന്നിട്ട് സപ്പോസ് ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഇവിടം വരെ 172 വരെ കിട്ടാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് അതും ടാർഗറ്റ് ആക്കി വെച്ചിട്ട് ഞാൻ മുകളിലോട്ട് ട്രേഡ് ചെയ്യണത്. അപ്പം രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഇല്ലാത്തത്ര ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വോളിയം ഇതിൽ ഗെയിൻ ആയിട്ട് വരുന്നത്, ബൈയിങ് വോളിയം. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇതിൽ എൻട്രി കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റിന്. അപ്പോൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇപ്പോൾ സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് എൻട്രി എടുത്ത് കാണിച്ചു തരാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച സ്റ്റോക്കിൽ എൻട്രി എങ്ങനെ, സ്റ്റോപ്പ് ലോസ് എങ്ങനെ, ടാർഗറ്റ് എങ്ങനെയെന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് നോക്കി. രണ്ട് സ്റ്റോക്കുകളിൽ എൻട്രി തരാത്ത മിസ്സായ സ്റ്റോക്കും കാണിക്കാൻ പറ്റി, ഇപ്പോൾ എൻട്രി തന്ന സ്റ്റോക്കും എനിക്ക് കാണിച്ചു തരാൻ പറ്റി. ഓക്കെ, അപ്പം നിങ്ങളും ഇതേപോലെ തന്നെ സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രൈസ് റേഞ്ചിലേക്ക് നിങ്ങൾക്ക് വേണ്ട സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യും? പ്രൈസ് റേഞ്ച് സെലക്ട് ചെയ്യുക. ഞാൻ യൂഷ്വലി 100 to 500 ആണ് നോക്കുക. സാധാരണയായിട്ട് അത്യാവശ്യമെങ്കിലും വോളിയം ഉണ്ടോ നോക്കുക. അതായത് വീക്ക്ലി ആവറേജ് ഉണ്ടല്ലോ, നമുക്ക് ഈ 1 വീക്ക് ആവറേജ് 2 വീക്ക് ആവറേജ് ഒക്കെ ഉണ്ടാവും. ഇതൊരു 10,000 എങ്കിലും മിനിമം ഉള്ളത് എടുക്കുക കേട്ടോ. അതിൻ്റെ താഴേക്കുള്ളത് നമുക്ക് വേണ്ട. ഓക്കെ, എന്നിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രൈസിൽ നമുക്ക് നമ്മുടെ ഒരു ഇപ്പോൾ എനിക്കൊരു 100 to 500 ആണെങ്കിൽ ഈ ലിസ്റ്റിൻ്റെ ഉള്ളിൽ എനിക്കൊരു 10 സ്റ്റോക്ക് കിട്ടിയെന്ന് വിചാരിക്കേ. ഈ 10 എണ്ണത്തിൽ ഞാൻ ഇതേപോലെ വോളിയം സോർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഒരു 10K മുകളിൽ ആവറേജ് വോളിയം, അതേപോലെ തന്നെ ഒരു ഇന്നത്തെ മാത്രം വോളിയം എടുക്കുന്ന സമയത്ത് സാധാരണയുള്ള വോളിയത്തിനേക്കാൾ ഒരു 5 ഇരട്ടിയോ 10 ഇരട്ടിയോ കൂടുതൽ വോളിയം വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് സെലക്ട് ചെയ്യും. അതിൽ പിന്നെ മറിച്ചൊന്നും ചിന്തിക്കില്ല, അത് സെലക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 7-8 എണ്ണം നോക്കാം. ഇപ്പോൾ ഒരു 10 എണ്ണം പ്രൈസ് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ വോളിയം വെച്ച് സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്കൊരു 7 എണ്ണോ 8 എണ്ണോ ഒക്കെ ആവും. അപ്പം ഇത് എടുത്തിട്ട് എന്ത് ചെയ്യുക, ചാർട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം. അപ്പോൾ അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം, ബിഗിനിങ്ങിലൊക്കെ അപ് ട്രെൻഡിലാണെങ്കിൽ മാത്രം കൺസിഡർ ചെയ്യുക. ഇപ്പം ഞാൻ ഈ സെലക്ട് ചെയ്ത പോലെ SSDL ഇതേപോലെ ഇപ്പം കൺസിഡർ ചെയ്യേണ്ട. കാരണം ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് എന്നിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് കൺഫേം ചെയ്യാൻ മറ്റു കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ ബിഗിനിങ്ങിൽ ഒരിക്കലും അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. ബിഗിനിങ്ങിൽ അപ് ട്രെൻഡിലുള്ളത് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ അപ് ട്രെൻഡ് ആണെന്ന് കൺഫേം ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾറെഡി നല്ലൊരു ഹൈ പോയിട്ടുണ്ടാവും. അതിൽ അടുത്ത എൻട്രി എവിടെ നിന്ന്, സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റുകൾ ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പേപ്പർ ട്രേഡ് ചെയ്യുക കേട്ടോ. പേപ്പർ ട്രേഡ് ചെയ്യുക. എന്നിട്ട് മാത്രം റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്താൽ മതി കേട്ടോ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി സപ്പോസ് ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇത്
ഇത് വെച്ചിട്ട് തന്നെ ഷോർട്ട് ടേമിൽ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നതാണ്. ഇനി ഇതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ കുറച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിന് ഈ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് കോഴ്സിൻ്റെ കാര്യം ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ ഈക്വിറ്റിൻ്റെ ഷോർട്ട് ടേം, ലോങ് ടേം, അതുപോലെ തന്നെ ഇൻട്രാഡേ, ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു കോഴ്സ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അത് 3 months ആണ് ഡ്യൂറേഷൻ വരിക കേട്ടോ. 3 months ആണ് ഡ്യൂറേഷൻ വരിക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഒരു 2 months കൂടുമ്പോഴാണ് നമ്മൾ പുതിയ ബാച്ച് എടുക്കുള്ളൂ. ഇപ്പം നെക്സ്റ്റ് ബാച്ച് ഈ ഒരു ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി 1st ആയിട്ട് നെക്സ്റ്റ് ബാച്ച് എടുക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കോഴ്സിൻ്റെ കാര്യം അന്വേഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.